ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ഇതിലെ ലെറ്റസ് അസസ് അതിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ നമ്മളിപ്പോൾ ചെയ്യുന്നു. ടെക്സ്റ്റ് ബുക്കിൽ അതിന് മുമ്പുള്ള ഫില്ല് ചെയ്യാനുള്ള ടേബിളുകളും അവിടുത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ ചെയ്യുന്നു. ദ സിംബൽസ് ഓഫ് ഫ്യൂ എലമെന്റ്സ് ആർ ഗിവൺ. Write the electron configurations of these elements and find the period and group to which they belong. താഴെ തന്നിട്ടുള്ള സിമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക, അതുപോലെ ഏത് പീരീഡിലാണ് ഏത് ഗ്രൂപ്പിലാണ് എന്ന് എഴുതുക. അടുത്തത് Na ആണ്, സോഡിയം. Na അറ്റോമിക് നമ്പർ 11 വന്നിട്ടുണ്ട്, അതുപോലെ മാസ് നമ്പർ നമുക്ക് 23 എന്ന് തന്നിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ 11 ആകുമ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ 2, 8, 1 ആണ്. അതുപോലെ പീരീഡ് നമ്പർ പി എന്ന് എഴുതാം, ഈക്വൽ ടു ഇവിടെ 2, 8, 1 3 ഷെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ പീരീഡ് നമ്പർ 3 ആണ്. അതുപോലെ ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു 2, 8. അപ്പോൾ രണ്ടാമത്തെ പീരീഡ് കഴിഞ്ഞു, ഒന്നാമത്തെ പീരീഡ് കഴിഞ്ഞു, രണ്ടാമത്തെ ഷെല്ല് രണ്ടാമത്തെ പീരീഡ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പീരീഡിൽ നമ്മൾ പറഞ്ഞല്ലോ, മൂന്നാമത്തെ പീരീഡിൽ ഒന്നാമത്തെ സ്ഥാനത്താണ് വന്നേക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ പീരീഡിൽ 1, 2 ഗ്രൂപ്പുകൾ അവിടെയുണ്ട്. അതിനുശേഷം 10 ഗ്രൂപ്പുകൾ കഴിഞ്ഞ ശേഷമാണ് മൂന്നാമത്തെ പീരീഡിൽ അടുത്ത ഗ്രൂപ്പുകൾ. അപ്പോൾ ഇവിടെ ഇപ്പം മൂന്നാമത്തെ പീരീഡിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1. അടുത്തത് Al ആണ്. ആറ്റോമിക് നമ്പർ 13, മാസ് നമ്പർ 27. ആറ്റോമിക് നമ്പർ 13, 13. അതുപോലെ മാസ് നമ്പർ 27. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ 13 ആണ്. അപ്പോൾ 2, 8 2 8 10 പിന്നെയുള്ളത് 3 ആണ്. ഇവിടുത്തെ പീരീഡ് നമ്പർ 1, 2, 3 പീരീഡ് ഉണ്ട്. അപ്പോൾ പീരീഡ് നമ്പർ 3 തന്നെ. ഇനി ഗ്രൂപ്പ് നമ്പർ വരുമ്പോൾ ഈക്വൽ ടു, നേരത്തെ നമുക്ക് ഗ്രൂപ്പ് നമ്പർ ഇവിടെ 1 വന്നപ്പോൾ 1 തന്നെയായിരുന്നു ഗ്രൂപ്പ് നമ്പർ കിട്ടിയത്. പക്ഷേ ഇവിടെ 3 വന്നതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 3 ആയിരിക്കില്ല. കാരണം തൊട്ടുമുമ്പത്തെ ഇതിൽ ഞാൻ സോഡിയം പറഞ്ഞ പോലെ തന്നെ, അതായത് മൂന്നാമത്തെ പീരീഡിൽ നമുക്ക് ആദ്യത്തെ 1ഉം 2ഉം ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ 3 മുതൽ 12 ഗ്രൂപ്പ് വരെ ഡി ബ്ലോക്ക് എന്ന് പറയും, അത് അടുത്തല്ലേ പഠിക്കുള്ളൂ. അപ്പോൾ ആ നമ്മുടെ ട്രാൻസിഷൻ എലമെൻസിൻ്റെ മെറ്റൽസ് ആയിട്ടുള്ള ആ ഗ്രൂപ്പ്, അപ്പോൾ അവിടെ മൂന്നാമത്തെ പീരീഡ് ഇല്ല. സബ്ഷെല്ല് പഠിക്കുമ്പോൾ 3D സബ്ഷെൽ എന്നൊക്കെ പഠിക്കുക അടുത്ത കൊല്ലം. ഇപ്പോൾ ചിന്തിക്കേണ്ടത് അവിടെ ഒന്ന് ഈ മൂന്നാമത്തെ ഷെല്ലിൽ നമുക്ക് മൂന്നാമത്തെ പീരീഡിൽ 1ഉം 2ഉം ആണ് വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്തത് 3 മുതൽ 10 വരെ ഗ്രൂപ്പ് അവിടെ ഇല്ല. പിന്നെ 13ാമത്തെ ഗ്രൂപ്പുമായി തുടങ്ങുന്നത്. അപ്പോൾ 1ഉം 2ഉം ഗ്രൂപ്പുകൾ ആദ്യത്തെ ആൽക്കലി മെറ്റൽസും ആൽക്കലിൻ എർത്ത് മെറ്റൽസും ആയിട്ട് ആദ്യത്തെ 2 ഗ്രൂപ്പ് കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് അവസാനത്തെ പി ബ്ലോക്കിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ പീരീഡ് നമ്പർ 3 തന്നെ. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ ഇവിടെ 2, 8, 3 കഴിഞ്ഞാൽ 2, 8, 1ഉം 2, 8, 2ഉം ഒന്നാമത്തെ രണ്ടാമത്തെയും ഗ്രൂപ്പിൽ വരും. ഇനി 2, 8, 3 വരുന്നത് 10 എണ്ണം കഴിഞ്ഞിട്ട് 13ാമത്തെ ഗ്രൂപ്പിലായിരിക്കും വരിക. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ ഇവിടെ 13. അടുത്ത് സിയിലാണ്, ക്ലോറിൻ. ആറ്റോമിക് നമ്പർ 17, മാസ് നമ്പർ 35. Cl 17, 35. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 17 വരുമ്പോൾ 2, 8, 7. പീരീഡ് നമ്പർ ഇവിടെ 2, 8, 7 1, 2, 3 തന്നെ. ഇവിടെയും ഗ്രൂപ്പ് നമ്പർ വരുമ്പോൾ മൂന്നാമത്തെ പീരീഡിലാണ്. അപ്പോൾ 1, 2 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തുടങ്ങുന്നത് 13ാമത്തെ ഗ്രൂപ്പ് മുതലാണ്. ഇപ്പോൾ ഗ്രൂപ്പ് നമ്പർ ഇവിടെ 7 വരുമ്പോൾ 17ാമത്തെ ഗ്രൂപ്പിൽ. അല്ലെങ്കിൽ ഓർക്കാൻ 10 കൂട്ടണം എന്ന് വിചാരിച്ചാലും മതി. തൊട്ട് മുമ്പ് ചെയ്തതിൽ നമ്മൾ 1ഉം 2ഉം കഴിഞ്ഞിട്ട് പിന്നെ 13 ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ 7 വരുമ്പോൾ 17ാമത്തെ ഗ്രൂപ്പിൽ. ഇനി അടുത്തത് ഓക്സിജൻ ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ 8, മാസ് നമ്പർ 16. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 6. ഇവിടെ പീരീഡ് നമ്പർ 2, 6. അപ്പോൾ 2 പീരീഡേ ഉള്ളൂ.
1 2 2 പീരീഡ്. അപ്പോൾ പീരീഡ് നമ്പർ 2, ഗ്രൂപ്പ് നമ്പർ. ഇവിടെ രണ്ടാമത്തെ പീരീഡിലും ഇതുപോലെ തന്നെയാണ്, ഇടയ്ക്ക് 10 ഗ്രൂപ്പുകളില്ല. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 6 വരുമ്പോൾ ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ വന്നേക്കുന്നത് 6 ഇലക്ട്രോൺ അവസാനമുണ്ട്. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 16. ഇനി അടുത്ത് നിയോൺ ആണ്, 5ാമത്തെ Ne. ആറ്റോമിക് നമ്പർ 10, മാസ് നമ്പർ 20. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 8. അപ്പോൾ പീരീഡ് P is equal to 1 2. അപ്പോൾ 2 പീരീഡുകൾ 2. അതുപോലെ ഗ്രൂപ്പ് നമ്പർ ഈക്വൽ ടു 8 10 വിചാരിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തത് കാർബൺ C. ആറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12. കോൺഫിഗറേഷൻ 2 4. പീരീഡ് 1 2. അപ്പോൾ 2 പീരീഡ്, 2 ഷെല്ലാണുള്ളത്, 2 പീരീഡ്. പീരീഡ് നമ്പർ 2. അതുപോലെ ഗ്രൂപ്പ് നമ്പർ 10 കൂടെ കൂട്ടിയാൽ 14. അടുത്തതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് X is 2881. സിമ്പിൾ ഈസ് നോട്ട് റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി അറ്റോമിക് നമ്പർ ഓഫ് X. എക്സിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക. ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? ഏത് ഗ്രൂപ്പിലാണെന്ന് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ് നമ്പർ? ഇതിന്റെ പീരീഡ് നമ്പർ കണ്ടുപിടിക്കുക. ടു വിച്ച് ഫാമിലി ഡസ് ഇറ്റ് ബിലോങ്? ഏത് ഫാമിലിയിലാണെന്ന് കണ്ടുപിടിക്കുക. റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് നോബിൾ ഗ്യാസ് വിച്ച് കംസ് ജസ്റ്റ് ബിഫോർ എക്സ്. അപ്പോൾ എക്സിന് തൊട്ട് മുമ്പ്, കാരണം എക്സിൽ 2 8 8 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 8 8 വരുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അതേതാണ്? അത് അപ്പോൾ അത് നോബിൾ ഗ്യാസ് ആയിരിക്കും. 2 8 8 തീരുന്നത് അത് എഴുതി വെക്കുക. പ്രത്യേകം പേജിലേക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ അത് എഴുതുന്നു, കാരണം ഓരോ വാക്ക് എഴുതാനുള്ള ആൻസറേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അറ്റോമിക് നമ്പർ ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ഇതാണ് എക്സ് എന്നുള്ള എലമെന്റ്. 2 8 8 1. അപ്പോൾ 2 8 10, 10 8 18, 18 1 19. അറ്റോമിക് നമ്പർ അതിൻ്റെ 19 ആണ്, 90. വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? ഇപ്പോൾ ഗ്രൂപ്പ് നോക്കുക. 2 8 8 അവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ വരുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഒരു ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മുമ്പ് ചെയ്ത ക്വസ്റ്റിനകത്ത് 1 2 ആ ഗ്രൂപ്പ് 1 2 ഗ്രൂപ്പ് തന്നെ വരും. 3ാമത്തെ ഗ്രൂപ്പ് മുതൽ വരുമ്പോഴാണ് നമ്മൾ 10 എണ്ണം കൂട്ടി അപ്പുറത്തെ ഇതിലേക്ക് പോവാം. 3ാമത്തെ പീരീഡ് വരെയാണ് ആ വ്യത്യാസമുള്ളത്. അപ്പോൾ ഇവിടെ 2 8 8 1 ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? ഗ്രൂപ്പ് നമ്പർ 1. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ് നമ്പർ? പീരീഡ് നമ്പർ നോക്കാൻ എളുപ്പം. ഷെല്ല് എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ 1 2 3 4 ഷെല്ലാണുള്ളത്, അതുകൊണ്ട് പീരീഡ് നമ്പർ ഇവിടെ 4 ആയിരിക്കും. ടു വിച്ച് ഫാമിലി ഡസ് ഇറ്റ് ബിലോങ്? ഇത് 1ാമത്തെ ഗ്രൂപ്പിലാണ്. 1ാമത്തെ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ് ആണ്. ടു വിച്ച് ഫാമിലി ഡസ് ഇറ്റ് ബിലോങ്? ഫസ്റ്റ് ഗ്രൂപ്പ് 1ാമത്തെ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ് ആണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസ് എന്ന ഫാമിലിയാണ് ഇത് ഉണ്ടാവുക. ഇനി റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി നോബിൾ ഗ്യാസ് വിച്ച് കംസ് ജസ്റ്റ് ബിഫോർ എക്സ്. ഈ എക്സിന് തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ അങ്ങ് പോയാൽ, ഈ 1 എന്നുള്ള ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അത് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ആയിരിക്കും, അതായത് 18 വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ എഴുതാം 2 8 8 ആണ് അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ.